കലക്കൻ റീചാർജ് എന്നാണ് ഷോന്റെ പേര്. മൈ നെയിം ഇസ് റഫി ആൻഡ് വിനീത് ശ്രീനിവാസന് ഒരു അനിയനുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ. ഹായ്. ഹായ്, ഞാൻ ധ്യാൻ വിത്ത് റാഫി ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. Breakfast Club on Kalakan Recharge. Kalakan Recharge. സോ ബോളിവുഡിൽ ബച്ചൻ ഫാമിലി, കപൂർ ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശ്രീനിവാസൻ ഫാമിലിയിലെ മൂന്നാമത്തെ കണ്ണിയാണ് എന്റെ മുമ്പിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലുള്ളത്. ധ്യാൻ ആരാണ്? ഞാൻ ഇപ്പൊ ആരുമല്ല. ഞാൻ ഇപ്പോ തൽക്കാലം ശ്രീനിവാസന്റെ മോനും വിനീത് ശ്രീനിവാസന്റെ അനിയനാണ്. ഇനിയിപ്പോ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആവോന്ന് ആർക്കറിയാം. അച്ഛൻ എന്ത് പറഞ്ഞു? പിന്നെ ട്രെയിലർ കണ്ടപ്പോ എന്തോ പറഞ്ഞു തോന്നുന്നു. ഇങ്ങനെ ട്രെയിലർ ഉള്ളത് സിനിമയിലും കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു തോന്നുന്നു പുള്ളിയുടെ ശൈലിയിൽ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ വിസ്കോം എടുത്തതും ഞാൻ കൂടുതൽ പഠിച്ചതും എഡിറ്റിങ്ങും പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ. പിന്നെ ഇത് അഭിനയിക്കണം എന്ന് ആ സമയം വരെ തോന്നിയിട്ടില്ല. പക്ഷെ ഏട്ടൻ പറഞ്ഞപ്പോൾ മുതലാണ് സത്യം പറഞ്ഞ ആക്ടിങ് എന്നുള്ളൊരു സംഭവം ഒരു ഓപ്ഷൻ ഉള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞ ആക്ടർ ആയാലും കൊള്ളാം എന്നുള്ളൊരു സംഭവം ഞാൻ ആലോചിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞ അപ്പോഴാണ്. കോഴ്സ് കഴിഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വിസ്കോം എടുത്തത്. അപ്പം ഒരേ സ്കൂളാണോ ചേട്ടനും അനിയനും പഠിച്ചത്? അതെ, ഞങ്ങൾ നാട്ടിലൊരു സ്കൂളായിരുന്നു, ചെന്നൈയിൽ വന്നപ്പോൾ ഒരേ സ്കൂളായിരുന്നു. അച്ഛന്റെ ഫേവറേറ്റ് ആരാ? ധ്യാൻ ശ്രീനിവാസനാണോ വിനീത് ശ്രീനിവാസനാണോ? അത് അച്ഛനോട് ചോദിക്കണ്ടേ. എന്തായാലും തോന്നിയിട്ടുള്ള പണ്ടൊക്കെ ഞാനായിരുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ ഏട്ടനായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആരാന്നറിയില്ല. ഇപ്പൊ രണ്ടുപേരും എല്ലാം തോന്നുന്നു. ചെന്നൈയിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ചെന്നൈയിലെ ജീവിതം അടിപൊളിയായിരുന്നു. വെച്ചാൽ ആദ്യമൊക്കെ തുടക്കകാലത്ത് നമുക്ക് ഭാഷ അറിയില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചെന്നൈ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എനിക്ക് കൊച്ചി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമുക്ക് ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടുത്തറിയുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു തുടങ്ങും. ധ്യാൻ ശ്രീനിവാസൻ ഫസ്റ്റ് ടൈം എവർ ഇൻ റേഡിയോ. ധ്യാൻ ശ്രീനിവാസനാണ് എന്റെ കൂടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലുള്ളത്. ക്ലബ് FM 94.3 ആണത്. ആൻഡ് മൈ നെയിം ഇസ് റഫി. ഹായ്, ഞാൻ ധ്യാൻ വിത്ത് റാഫി ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. Breakfast Club on Kalakan Recharge. Kalakan Recharge. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തോട്ട് പോവാം. വിനീത് ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും കുട്ടിക്കാലം. അടി ഉണ്ടാകാറുണ്ടായിരുന്നു നിങ്ങൾ? അടി ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ചുരുക്കം സമയം മാത്രമേ ഞങ്ങൾ അടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഏട്ടന്റെ ഒരു ലോകത്തായിരുന്നു പണ്ട് മുതലേ. ഇപ്പോഴും അപ്പോഴും എപ്പോഴും ചെന്നൈയിലായിരുന്നു. എന്റെ ഒരു 6ാം ക്ലാസ് വരെ ഞാൻ നാട്ടിലായിരുന്നു. പിന്നെ ഞാൻ ഫുൾ ചെന്നൈയിലായിരുന്നു. ഏട്ടന്റെ 10ാം ക്ലാസ് വരെ ചെന്നൈയിലായിരുന്നു. പിന്നെ +1. പിന്നെ ഏട്ടൻ കോളേജൊക്കെ എത്തിയപ്പോൾ ഏട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഏട്ടൻ അപ്പോഴേ പാടാനൊക്കെ തുടങ്ങി കോളേജിൽ എത്തിയപ്പോൾ. പിന്നെ ഏട്ടൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഏട്ടനുമായിട്ടെന്ന് വെച്ചാൽ ഞങ്ങളായിട്ട് എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കും. അത് കുറെ സുഹൃത്തുക്കളുണ്ടാവും. പിന്നെ സിനിമ കാണാൻ പോകുക. അതൊക്കെയാണ് ഞങ്ങളുടെ വഴക്ക്. അല്ലാണ്ട് അങ്ങനത്തെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണത്തിനുണ്ടായിട്ടല്ലാണ്ട് വഴക്കൊന്നും ഉണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്ത് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഞാൻ ചെറിയ പ്രശ്നക്കാരനായിരുന്നു ആ സമയത്തെങ്കിലും. സ്വന്തമായിട്ട് ഒരു ഇതിലെത്തിയപ്പോ പിന്നെ ഏട്ടൻ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് തോന്നി ഇവനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഇവനെ ആരും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഇവനെ, എന്നാ പിന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കളഞ്ഞേക്കാതെ ഏട്ടനാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ വിസ്കോം എടുത്തപ്പോൾ ഏട്ടനോട് ഞാൻ താമസിച്ച് പഠിച്ചത്. അപ്പോൾ ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത്. എന്റെ കാര്യങ്ങൾ ഇൻഫാക്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഏട്ടൻ തന്നെയാണ്. എന്നെ ആദ്യമായിട്ടൊക്കെ എനിക്ക് ക്യാമറ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഏട്ടന് ഫസ്റ്റ് പൈസ കിട്ടുമ്പോൾ എനിക്ക് ഫോൺ വാങ്ങിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പ്, അങ്ങനെ ഏട്ടനാണ് നമ്മുടെ ആ സമയം. പിന്നെ ഇപ്പോഴും വരെ എന്ന് വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി, ഞാനിപ്പോ പുള്ളിനെ വിളിച്ച് ചോദിക്കും. സിനിമയായിട്ട് ബന്ധപ്പെട്ടില്ല. ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് എന്ത് തോന്നിയ വൃത്തിയായിട്ട് വേണം പറയാം. പക്ഷെ ഏട്ടൻ്റെ അടുത്ത് എനിക്ക്, കാരണം ഏട്ടൻ അറിയാലോ, ഏട്ടൻ ഭയങ്കര നീറ്റാണ്. നമ്മൾ അടുത്ത് പോയാലും പുള്ളി നമ്മൾ ഡീസന്റ് ആയി പോകും. അപ്പോ ക്ലബ് FM 94.3 ആണത്. ആൻഡ് മൈ നെയിം ഇസ് റഫി. നാളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലോഞ്ച് ആവാൻ പോകുന്ന ധ്യാൻ ശ്രീനിവാസനാണ് ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലുള്ളത്. ഹായ്, ഞാൻ ധ്യാൻ വിത്ത് റാഫി ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. Breakfast Club on Kalakan Recharge. Kalakan Recharge. സച്ചിൻ ഫാനാണോ? അതെ, ഭയങ്കര സച്ചിൻ ഫാനാണ്. ആണോ? എന്താ പറയാനുള്ളത്? സച്ചിൻ അടുത്ത നാളെ ലാസ്റ്റ് മാച്ച് കളിക്കാൻ പോവാണ്. അത് ഞാൻ ഒരു ട്വീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. സച്ചിനാണ് ഏറ്റവും ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് വിദേശത്ത് വേറെ എവിടെയും പോകണ്ട. കാരണം ഞാൻ കണ്ടല്ലോ ചിന്തിച്ചാൽ ഒരു സ്പോർട്സ് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് സ്കൂളിൽ ഷട്ടിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ 2 വർഷം കളിച്ചു. 2 വർഷം കളിച്ചപ്പോൾ തന്നെ എനിക്ക് കാലുവേദന, അല്ലെങ്കിൽ എന്താ പറയണ്ട, വയ്യ. പിന്നെ ജയിക്കണം അതിന്റെ പ്രഷർ എന്ന് വെച്ചാൽ സ്കൂൾ ലെവല്, സ്കൂളിൽ കളിച്ചിരുന്ന എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ 23 വർഷമായിട്ട് എന്തുമാത്രം പ്രഷർ, അല്ലെങ്കിൽ ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ എന്ന് വെച്ചാൽ പുള്ളിനെ നമ്മൾ ശരിക്കും ഗോഡ്ലി ആണെന്ന് വെച്ചാൽ പുള്ളി ആ സ്പോർട്ടിന് വേറെ ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ കളി കാണാൻ തുടങ്ങിയത് സച്ചിനുള്ളതുകൊണ്ട്. അപ്പൊ സച്ചിൻ ഇപ്പൊ എല്ലാവരും ധോണിയുടെ പിന്നാലെ, വിരാട് കോഹ്ലിയുടെ പിന്നാലെ പിന്നെ കാണാറുണ്ട്. അല്ല, എനിക്ക് ഇഷ്ടമാണ്, അവർ നല്ല പ്ലേയേഴ്സ് ആണ്. പക്ഷെ അവര് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ സച്ചിന് കാരണം. സച്ചിൻ ആദ്യത്തെ കളി കളിക്കുമ്പോൾ എല്ലാവർക്കും 1 വയസ്സ്. അവരെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള
സച്ചിൻ ആയിരിക്കും. സച്ചിൻ. ഇപ്പൊ ഒരു ഇന്ത്യൻ ടീം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഈ ഒരു ലെവലിൽ എത്തിയത് ആ ഒരു മനുഷ്യൻ കാരണമാണ്. ഓക്കെ, സോ ഒരു ഹാർഡ് കോർ സച്ചിൻ ഫാനാണ് രാവിലെ തന്നെ എന്റെ കൂടെ ഉള്ളത്. സച്ചിൻ ഫാനാണ് ഞാൻ. സച്ചിന്റെ മെർച്ചൻഡൈസിൽ അവരുടെ ടീഷർട്ട് ഞങ്ങൾ 3 പേരും, ഞാൻ എന്റെ കസിനായിട്ടും ഞങ്ങൾ തിരയുടെ റിലീസിന് അന്ന് അത് ഇടും. കാരണം അതിന്റെ ഏറ്റവും വലിയ വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിന്റെ ലാസ്റ്റ് മാച്ചിന് അന്നാണ് ഞങ്ങളുടെ പടം റിലീസ് ആവുന്നത്. അപ്പോ പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. പക്ഷെ വേറെ സൈഡിൽ നോക്കുമ്പോൾ എന്നെ ഇത്ര ഇൻസ്പയർ ചെയ്ത മനുഷ്യൻ റിട്ടയർ ആകുന്ന ദിവസമാണ് എന്റെ എൻട്രി. 2 രീതിയിൽ സ്പെഷ്യൽ ഡേ. അപ്പോ തിരയാണോ സച്ചിനാണോ എന്ന് വെച്ചാൽ എനി ഡേ സച്ചിൻ. സൂപ്പർ. സച്ചിൻ ഇവിടെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് വരുമോ? കളി കാണാൻ വരാൻ പ്ലാൻ ഉണ്ടോ? ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ച് 21 എങ്ങനെയാന്ന് ഞാൻ സച്ചിന്റെ കുറെ കളി കണ്ടിട്ടുണ്ട്. ഇപ്പൊ സച്ചിന് ഇനിയിപ്പോ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും വന്നേനെ എന്തായാലും. പക്ഷെ താല്പര്യമില്ല. ധ്യാൻ ശ്രീനിവാസനാണ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലുള്ളത്. വിനീത് ശ്രീനിവാസൻസ് ബ്രദർ ആൻഡ് ശ്രീനിവാസൻ സാറിന്റെ മോൻ. Kalkan Recharge is the show's name. My name is Rafi and Breakfast Club and കൂടെ ഉള്ളത് is Dhyan Srinivasan. Hi, ഞാൻ ധ്യാൻ with Rafi on Breakfast Club. Breakfast Club on Kalkan Recharge. Kalkan Recharge. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? എല്ലാം ഡിഫറൻസ് ആണ്. എന്തൊക്കെയാന്ന് പറയാം, നമുക്ക് കൗണ്ട് ചെയ്യാം. ഞാൻ സംസാരിക്കുന്ന രീതി, ഏട്ടൻ സംസാരിക്കുന്ന രീതി. ഏട്ടൻ സംസാരിക്കുന്ന ഒന്ന് അനുകരിക്കാൻ പറ്റുമോ ഏട്ടനെ? പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര നീ അങ്ങനെ ചെയ്തത്. അപ്പൊ പുള്ളിയുടെ ഒരു വോയിസ് ലെവല് തന്നെ ഭയങ്കര താഴ്ന്നിട്ടാണ്. അപ്പൊ പുള്ളി ആരുടെ ദേഷ്യപ്പെടില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്ന് വെച്ചാൽ പുള്ളി ദേഷ്യം ഉണ്ടെങ്കിൽ പോലും കാണിക്കില്ല. ഞാൻ കാണിക്കുകയും ചെയ്യും, ദേഷ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, എല്ലാമാണ്. അപ്പൊ ഭയങ്കര പ്രശ്നക്കാരൻ. അപ്പൊ ഏട്ടൻ ഈ വിനയം കാണിക്കുന്ന പുള്ളി അങ്ങനെയാണ്, ഡിഫോൾട്ട് അങ്ങനെയാണ്. പുള്ളി സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഞാൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ അല്ല. പിന്നെ പുള്ളി ഭയങ്കര കൺട്രോളായിട്ട് എന്ത് ആലോചിച്ചിട്ടും അണ്ടറിഞ്ഞിട്ട് സംസാരിക്കുള്ളൂ. ഏട്ടൻ കുറച്ചുകൂടെ കൺട്രോൾ ആയിട്ടല്ല. ഞാൻ കുറച്ച് ഓപ്പൺ ആണ്, പറയും, ചോദിച്ചാൽ ഞാൻ എല്ലാം പറയും. ഏട്ടൻ ഇപ്പൊ കളിക്കാനോ ഒഴിക്കാനോ ഏട്ടൻ അങ്ങനെ ഏട്ടൻ്റെ വേൾഡ് ഇൻട്രസ്റ്റ്, ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഏട്ടൻ മ്യൂസിക്, സിനിമ. എനിക്ക് കൂടുതൽ ഞാൻ സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ജിമ്മിൽ പോയിരുന്നു, വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഏട്ടന് ഈ ഒരു സൈഡിലോട്ടേ താല്പര്യമില്ല. അപ്പൊ ഏട്ടൻ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ആഴ്ച പിന്നെ പനിച്ച് കിടക്കും, അങ്ങനെയൊക്കെ. അപ്പൊ സിനിമയാണ് ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒറ്റൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ മാത്രമേ ഉള്ളൂ. സ്വഭാവത്തിൽ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് രണ്ടുപേരും തിരിഞ്ഞ് നിൽക്കില്ലേ, അതുപോലെ. അപ്പൊ അച്ഛൻ കുട്ടിക്കാലത്ത് വഴക്ക് പറയാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ വഴക്കിനോ അങ്ങനെയുള്ള സംഭവം. പിന്നെ നമ്മൾ അച്ഛനെയൊക്കെ കണ്ടിരുന്നത് സ്റ്റാർ, അച്ഛനെ സമയത്ത് സ്റ്റാർ സിനിമാടൻ ശ്രീനിവാസൻ വീട്ടിലിരുന്നു. അപ്പൊ അച്ഛന് ഒരു സിനിമയുടെ ശ്രീനിവാസൻ അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതെ, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പുള്ളിനെ കണ്ടിരുന്നത് കൂടുതൽ ടിവിയിലും ഇതിലൊക്കെയാ, തിയേറ്ററിൽ പോകുമ്പോഴും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ് അച്ഛൻ എന്നുള്ള രൂപയിൽ. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിനീത് ശ്രീനിവാസന്റെ അനിയനായിട്ടാണോ അച്ഛന്റെ മോനായിട്ടാണോ അറിയപ്പെടാൻ ഏറ്റവും ആഗ്രഹം? അതിപ്പോ ഇത് ഏട്ടന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ അങ്ങനെ ആവില്ല എന്നല്ലേ. അത് ഇപ്പൊ വിനീത് ശ്രീനിവാസൻ ഉണ്ടായത് ഇപ്പോ ശ്രീനിവാസൻ കാരണമാണ്, അല്ല ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ എന്തൊക്കെയാണ് ആ ഗുഡ്വില്ലും ഈ സംഭവമൊക്കെ ശ്രീനിവാസൻ ഉണ്ടായതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായെന്ന് വെച്ചാൽ വിനീത് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, അല്ലെങ്കിൽ ധ്യാൻ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. വിനീത് ശ്രീനിവാസൻ എന്ന് പറയണം, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയാം. ആ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഇല്ലെങ്കിൽ ആരും ഞങ്ങൾ വെച്ചാൽ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ എപ്പോഴും ശ്രീനിവാസന്റെ മകൻ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം. അച്ഛന്റെ മോൻ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ. Thank you so much for joining me. Thank you. All the best for the movie. Thank you. And Breakfast Club ends there. Kalkan Recharge എന്നാണ് ഷോന്റെ പേര്. My name is Rafi. So ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിലേക്കുള്ള വാതിൽ നാളെ തുറക്കുവാണ്. So I'm wishing you a very nice നേരം.